എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് എന്നെ ചോദ്യം ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ മാരക ലഹരിയായിട്ടുള്ള MDMA അടിച്ചു, MDMA കാരിയറാണ്, MDMA കുട്ടികൾക്ക് കൊടുത്തു, MDMA തിന്നാൻ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങളുടെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ തൂഫാന്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒരു സമയം ഇങ്ങനെ തീവ്രമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരുടെ മേലിലും എന്ത് ആരോപണവും നടത്താം. അതിൻ്റെ മേലിൽ ഒരു ആരോപണം കിട്ടിയാൽ മതി, അത് മീഡിയയ്ക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതിൻ്റെ പുറത്ത് ഞാനിന്നൊരു വിക്റ്റിമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും സുരക്ഷ ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ ഞാൻ ഇരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര വലിയൊരു അഭിമാനമുണ്ട്. കാരണം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ ഹോം മിനിസ്റ്റർ, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി, ഇവരെയൊക്കെ ഞാൻ കാണുകയുണ്ടായി. അവിടെ നിന്നൊക്കെ അവരെനിക്ക് തിരിച്ചു തന്ന ഒരു ഉറപ്പും ഒരു വിശ്വാസവുമാണ് ഞാനിവിടെ അഭിമാനത്തോടുകൂടി ഇരിക്കുന്നത്. എന്നാൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൻ്റെ തുടങ്ങുന്നത് ഒരു 16-ാം തീയതി, ജൂൺ 16-ാം തീയതി സജ്ന നോർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എനിക്കെതിരെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ചാനലിൽ തമ്മയിലോട് കൂടി ഓക്കെ കറക്റ്റാണോ? ഓക്കെ 16-ാം തീയതിയുടെ അന്ന് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു തമ്മയിലോട് കൂടി എനിക്കെതിരെ ഈ പറഞ്ഞ മാരകമായിട്ടുള്ള MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തമ്മയിലും എൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ സജന നടത്തിയ പരാമർശവും MDMA ഉപയോഗിച്ചു. അവരുടെ വീട്ടിൽ വന്നു, അവരുടെ ആളുകളുമായിട്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു, അത് ചലഞ്ച് ചെയ്തുകൊണ്ട് വിളിക്കുന്നു. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം, എൻ്റെ ഹെയർ ടെസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ എൻ്റെ MDMA ഞാൻ ഉപയോഗിച്ചില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ് ആദ്യം ഒരു വീഡിയോ ഇടുന്നു. രണ്ടാമതൊരു വീണ്ടും വന്നിട്ട് അതൊക്കെ വിട്, നീ ടെസ്റ്റ് റിപ്പോർട്ട് ടെസ്റ്റ് നടത്ത്. ഇതിന്റെ പുറത്ത് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് വന്നത് മാരകമായ സൈബർ ബുള്ളിംഗ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 16 വർഷങ്ങളായിട്ട് ഞാൻ കേരളത്തിലെ സാമൂഹ്യ കലാ രാഷ്ട്രീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷൻ പോലും മാറ്റിവെച്ചു ഞാനൊരു സാമൂഹ്യ പ്രവർത്തക എന്ന ലേബിൽ തന്നെയാണ് ഞാൻ അറിയപ്പെടാനും ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളും ഏറ്റവും കൂടുതൽ അതാണ്. കേരളത്തിലെ മൈനോറിറ്റികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ ലിംഗനയ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ നിലകൊള്ളുമ്പോഴും എൻ്റെ പ്രതികരണ മനോഭാവം കൊണ്ടോ എൻ്റെ അഗ്രസീവ്നെസ് കൊണ്ടോ എന്നെ കുറ്റപ്പെടുത്തുന്നതോ എന്നെ വിമർശിക്കുന്നതിലോ എനിക്ക് തെറ്റില്ല. പക്ഷേ ഇത്രയും വലിയൊരു അലിഗേഷൻ എനിക്കെതിരെ വെക്കുമ്പോൾ ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാനത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എനിക്ക് വന്നിരിക്കുകയാണ്. ഇത് അന്ന് എന്നെ വെല്ലുവിളിച്ചെങ്കിലും ഞാൻ കുറേയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് നിന്നെങ്കിലും ഞാൻ ആ സമയത്ത് എടുത്ത എൻ്റെ MDMA ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഇത് ഞാൻ സെൽഫായിട്ട് എടുത്താണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് DDRCയിലാണ് ചെയ്തത്. ഇതിൻ്റെ ആക്സസ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ തരാം. ഇതിൻ്റെ ഭാഗമായിട്ട് പൊതുസമൂഹം വെല്ലുവിളിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായി. എക്സൈസ് കമ്മീഷണറുടെ റെയ്ഡാണെന്ന്. ആ റെയ്ഡിൽ ക്ലിയർ ചീട്ടാണ് എനിക്ക് തന്നേക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് വ്യാജമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ക്ലിയർ ചീട്ട്. എന്നെ ഉൾപ്പെടെ പരിശോധിച്ച് ക്ലിയർ ചീട്ട് നൽകി. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് വേറെ റോങ് ആയിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ട് പോയത്. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തതും. പക്ഷെ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മാഭിമാന പ്രശ്നമുണ്ട്. നാളെയും ഒരാൾക്കെതിരെയും ഇതുപോലെ ഒരു വ്യാജ ആരോപണമോ അലിഗേഷനോ വരുമ്പോൾ ആരും പേടിച്ച് പിന്മാറാതെ അവരവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. 2.5 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കോടതിയിലും കേസും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. ജൂൺ 6-ാം തീയതി സജന എന്നെ ത്രട്ടൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്തതിൻ്റെ FIRൻ്റെ കോപ്പിയാണ്. ഞാൻ സമയം ലേറ്റായത് അതുകൊണ്ടാണ്. FIRൻ്റെ കോപ്പിയാണ്. ഇത് കൂടാതെ എനിക്കുള്ള വലിയ ത്രട്ടനിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ കൊടുത്ത രാഷ്ട്രീയപരമായിട്ട് എനിക്കുണ്ടായ അലിഗേഷനെതിരെയൊക്കെ കൊടുത്തിരിക്കുന്ന പരാതികളുടെ പ്രതികളെ ഇവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ എൻ്റെ
ചൈൽഡ്ഹുഡിൽ നടന്ന എൻ്റെ വിവാഹം അവിടെ നിന്ന് തുടങ്ങി അവരുടെ ഫാമിലിയെ തുടങ്ങി ബാക്കിയുള്ള എല്ലാ പ്രതികളെയും, അതായത് ഞാൻ കൊടുത്ത പരാതിയിലെ പ്രതികളെല്ലാം അവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കൊട്ടേഷൻ ഉണ്ടായി. 23-ാം തീയതി തന്നെ രാത്രി വലിയ തോതിലുള്ള ഫോണിൽ വിളിച്ചിട്ട് എന്നെ പുറത്തേക്ക് ഇറങ്ങി വരാനും എന്നെ വെട്ടിക്കീറുമെന്നും പറഞ്ഞിട്ട് 2014 ഞാൻ കേസ് കൊടുത്ത പ്രതി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കി. ഞാൻ അപ്പം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അവരപ്പം തന്നെ അയാളെ വിളിച്ചപ്പം പോലീസുകാരത്തോട് വിളിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ശരിക്കും എനിക്ക് ത്രെട്ടൺ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവരെൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കാവൽ നിന്നു. ഈ പോലീസുകാരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടിട്ട് എനിക്കൊന്നും തന്നെ സംഭവിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ FIR ഇടാൻ വേണ്ടി കേസ് കൊടുക്കുകയും FIR ഇടുകയും ചെയ്തു. ഞാൻ ആദ്യം തന്നെ 16-ാം തീയതി തന്നെ സജന എനിക്കെതിരെ നടത്തിയ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി എടുത്തു. അവിടെ കമ്മീഷൻ ഓഫീസിൽ ഒരു പരാതി കിടപ്പുണ്ട്. ഇത് രണ്ടാമത് ഞാൻ കൊടുത്തതാണ്. കാരണം ഇതെൻ്റെ ത്രെട്ടണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കൊടുത്ത പരാതിയാണ്. കമ്മീഷൻ ഓഫീസിൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ അതിവേഗം തന്നെ ആ കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തുകയും എനിക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ് ഈ വിഷയത്തിൽ. അതുപോലെ ഞാൻ കോടതിയിൽ എൻ്റെ അഡ്വക്കേറ്റ് മുരളി സാറാണ്, വള്ളക്കട മുരളി സാറാണ്. സാറ് എൻ്റെ കയ്യിൽ ഞാൻ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവർക്ക് എൻ്റെ അടുത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ശരിക്കും ഈ സജനയ്ക്ക് എൻ്റെ അടുത്ത് ഉണ്ടായ ഇഷ്യൂ എന്ന് പറയുന്നത് റസുൽ പൂക്കുട്ടി സജന രണ്ടുപേര് തമ്മിലുള്ള ബന്ധം, അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധം, അത് സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ട് സജന തന്നെ പബ്ലിഷ് ചെയ്തിട്ട് ആ വിഷയം സോഷ്യൽ മീഡിയ ചർച്ചയായ സമയത്ത് അതിൽ നിന്നൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കരുവാക്കിക്കൊണ്ട് ഈ വിഷയം അവരെനിക്കെതിരെ ഇട്ടത്. അതിനൊരു റീസൺ ഉണ്ടായത് റസുൽ പൂക്കുട്ടിയുടെ ഭാര്യ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നത്തെ പറ്റിയിട്ടും അവർക്കൊപ്പമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള സ്റ്റാൻഡ് ഞാൻ എടുത്തതിൻ്റെ പേരിലാണ് എനിക്ക് ഇത്രയും വലിയൊരു അലിഗേഷൻ ഉണ്ടായത്. അവരുടെ പ്രൈവസികളിൽ ബന്ധപ്പെടുന്ന ഒരാളെ അല്ല. ഈ റസുൽ പൂക്കുട്ടി എന്ന് പറയുന്ന ആൾ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുക, അവർ പലതരത്തിലുള്ള മാനിപ്പുലേഷൻ കാണിക്കുക, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ പെട്ടെന്നൊരു സഹായം എന്നുള്ള നിലയിലാണ് നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാത്രമാണ് ഈ സ്ത്രീയായിട്ടുള്ള എനിക്കുള്ള ബന്ധം പോലും നടക്കുന്നത്. ഇവര് ആദ്യം തുടങ്ങുന്നത് ഇവരുടെ അക്കൗണ്ട് ഹാക്കായി എന്ന് പറഞ്ഞ ഒരു 9 weeks പ്രഗ്നൻസിന്റെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിന്റെ പുറകിൽ ഇവർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. അതൊരു കള്ളപ്പരാതിയാണ്. അത് മുഖ്യമന്ത്രിയോട് തന്നെ കണ്ട സമയത്തും സാറിന് സാർ അവർ തന്ന പരാതികൾ സാർ അന്വേഷണം നടത്തണമെന്ന്. കാരണം എന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ട് ഹാക്കായെന്നും അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ചതിക്കുകയാണെന്നും പറഞ്ഞാൽ അവർ പരാതി കൊടുത്തത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയാൻ വേണ്ടിയിട്ട് അത്ര വലിയൊരു ഫേക്കാണ് ആ സ്ത്രീ കാണിച്ചിട്ടുള്ളത്. ഒരാളും വന്ന് പറയാൻ തന്നെ അവർ പറഞ്ഞു അവരുടെ അക്കൗണ്ട് ഹാക്കായത് തിരിച്ചു പിടിച്ചു കൊടുത്തത് ഷാനു എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞു. അപ്പം അവരും അതെങ്ങനെയാണ് തിരിച്ചെടുത്ത് കൊടുത്തത് എന്നുള്ളത് പറയാൻ ബാധ്യസ്ഥയാണ്. അങ്ങനെ ഹാക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാലോ നമുക്കറിയില്ലല്ലോ, അതെന്തായാലും നോക്കണം. അപ്പം പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഓക്കെ ഇനിയുള്ളതെന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ മുമ്പിൽ സജന ഒരു വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നായിരുന്നു. ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു ലേഡി ഏകദേശം കേരളത്തിൽ 48ഓളം സ്ത്രീകളുടെ പരാതികളും ടോട്ടൽ പരാതികളും 86ഓളം പരാതികൾ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ബ്ലോഗർക്കെതിരെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതികളായിട്ടുണ്ട്. സൈബറിൽ മാത്രമല്ല ക്രൈം ഇട്ടിട്ടുണ്ട് ഈ സ്ത്രീക്കെതിരെ. ഈ സ്ത്രീ കേരളത്തിലെ ഒട്ടുമിക്ക മനുഷ്യരെയും പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആളുകളെ ആരെ കിട്ടിയാലും വളരെ വൃത്തികെട്ട രീതിയിൽ അവരുടെ വീട്ടുകാരെ ചേർത്ത് തെറി വിളിച്ചുകൊണ്ട് മാത്രമാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്രസന്റും നടത്തുന്നത്. കുടുംബത്തിനകത്തുള്ള അച്ഛൻ, മക്കൾ ഇവരെയൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഇവരുടെ വൾഗാരിറ്റി ഇവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആവർത്തി സൈബർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടും സൈബർ പോലീസിന് ഒന്നും ചെയ്യാൻ തന്നെ സാധിച്ചിട്ടില്ല ഈ സ്ത്രീകൾക്കെതിരെ. സൈബർ ലോകം ശക്തമല്ലാത്തതിന്റെ കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഈ സൊസൈറ്റിക്ക് മുമ്പിൽ സജന കൊണ്ടുവന്ന ആ വോയിസ് റെക്കോർഡ് ഒരു മൈനർ ആയിട്ടുള്ള 17 വയസ്സ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ വോയിസ് റെക്കോർഡായിരുന്നു. ആ കുട്ടിക്ക് അബ്യൂസ് നേരിട്ടു എന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവിനെതിരെയുള്ള അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ആ വോയിസ് പബ്ലിഷ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ പേര്, ആ കുട്ടിയുടെ ഐഡന്റിറ്റി എല്ലാം വെളിപ്പെടുത്തുന്ന തരത്തിൽ ആ കുട്ടിയെ ഫോഴ്സ് ചെയ്ത് സംസാരിക്കുന്ന ഒരു റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ ആ ടൈമിൽ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള പല പരാതികളും CWCക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർ അന്വേഷണം എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ആസ് എ സോഷ്യൽ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്കത് ചെയ്യേണ്ടതായിട്ട് വന്നു. പ്രത്യേകിച്ച് എൻ്റെ വിഷയങ്ങൾ കൂടെ നടക്കുന്ന സാഹചര്യത്തിൽ ഇത് പലതരത്തിലും നമുക്കെതിരെയും അലിഗേഷനായിട്ട് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടിട്ടാണ്
ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ ഇതാക്കിയത്. ഇന്ന് ഞാനിവിടെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന് പൈസ കൊടുത്ത് ഞാനിവിടെ വന്ന് ഇരിക്കുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു തരത്തിലും കള്ളപ്പരാതികളും കള്ള അലിഗേഷനുമായിട്ട്